Praise the Lord. Hallelujah. യേശു കർത്താവിന്റെ അത്ഭുതവും അനുഗ്രഹവും ദൈവം സാമർത്ഥ്യമുള്ള നാമത്തിൽ ഇന്നത്തെ യേശുവിൽ സമൃദ്ധി എന്നുള്ള പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിന് സ്വാഗതം. यीशु मसीह के प्रेम भरे नाम से, दया भरे नाम से, अनुग्रह भरे नाम से आज के यीशु में समृद्धि के एपिसोड में मैं आप सबका स्वागत करना चाहता हूं. എൻ്റെ പേര് ഹരീഷ്, ഇത് രതി. ഞങ്ങൾ രണ്ടുപേരും കൂടെ യേശു കർത്താവിന്റെ സുവിശേഷ വേല ഡൽഹിക്ക് അടുത്തുള്ള ഫരീദാബാദിൽ പാസ്റ്റർമാരുടെ രൂപത്തിൽ ചെയ്യുന്നു. इनका नाम हरीश है, मेरा नाम रति है. हम दोनों मिलके फरीदाबाद जो दिल्ली के बहुत ही नजदीक है वहां पासवान के रूप में सेवकाई करते हैं. ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവിന്റെ സുവിശേഷ വേല നോർത്ത് ഇന്ത്യയിൽ വളരാൻ വേണ്ടി പ്രാർത്ഥിക്കണം. और मेरे परिवार के लिए, कलीसिया के लिए आप निरंतर प्रार्थना में रहिएगा ताकि सुसमाचार के काम जो है नॉर्थ इंडिया में आगे जाए, उसके लिए प्रार्थना कीजिएगा. പ്രാർത്ഥിക്കണം. നിങ്ങളെ നിങ്ങളുടെ കുടുംബത്തിനെ കൊണ്ട് പറ്റാവുന്നതെല്ലാം ചെയ്യണം. സാമ്പത്തികം, സപ്പോർട്ട്, അറേഞ്ച്മെന്റ്സ് എന്തൊക്കെ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നോ കർത്താവിന്റെ സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെയ്യണം. और सुसमाचार के लिए आपके और आपके परिवार से जो कुछ हो सकता है प्रार्थना के साथ, सपोर्ट के साथ, हमारे साथ मिलके सुसमाचार को आगे लेके जा सकते हैं नॉर्थ इंडिया में. നമുക്ക് ആത്മാവിന്റെ ഫലങ്ങളെ കുറിച്ച് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ ടോപ്പിക്കിൽ തന്നെ ഇന്ന് ഗലാത്യർ 5:22 മുതൽ 23 വരെ ഒന്ന് പഠിക്കാം. और जैसे कुछ टाइम से हम आत्मा के फलों के बारे में सीख रहे हैं, आज उसी आत्मा के फल के बारे में हम सीखेंगे. गलातियों 5:22. ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവുമില്ല. पर आत्मा का फल प्रेम, आनंद, शांति, धीरज, कृपा, भलाई, विश्वास, नम्रता और संयम है. ऐसे ऐसे कामों के विरुद्ध में कोई भी व्यवस्था नहीं. സമാധാനത്തിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പഠിച്ചു. ഇന്ന് അതിനെ കുറിച്ച് തന്നെയുള്ള സമാധാനത്തിന് തന്നെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇന്ന് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് മുന്നോട്ട് പോയി പഠിക്കാം. और पिछले एपिसोड में हमने धीरज के बारे में सीखा था. आज भी हम धीरज के बारे में थोड़ा कुछ और सीखेंगे. 2 Corinthians 2 കൊരിന്ത്യർ അതിന്റെ 6-ാമത്തെ അധ്യായം 4. दूसरा कोरिन्थियों 6:4. സകലത്തിലും ഞങ്ങളെ തന്നെ ദൈവത്തിന്റെ ശുശ്രൂഷകരായി കാണിക്കുന്നു. ബഹുസഹിഷ്ണുത, കഷ്ടം, ബുദ്ധിമുട്ട്, സങ്കടം, തല്ല്, തടവ, കലഹം, അങ്ങനെ പല പല കാര്യങ്ങളും ഇവർ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഒന്നാം വേഴ്സ് ഒന്ന് വായിച്ചിട്ട് നമുക്കത് പഠിക്കാം. परंतु हर बात से परमेश्वर के सेवकों के समान अपने सद्गुणों को प्रकट करते हैं. बड़े धैर्य से, कलेशों से, दरिद्रता से, संकटों से, कोड़े खाने से, कैद होने से, हुल्लड़ों से, परिश्रम से, जागते रहने से, उपवास करने से. പേഷ്യൻസിനെ കുറിച്ചുള്ള ഫലങ്ങളിൽ ഒരു കാര്യം ഞാൻ ഇന്ന് പറയാൻ താല്പര്യപ്പെടുന്നത്, കർത്താവിൻ്റെ ഒരു നല്ല പ്രവർത്തകനും സുവിശേഷ പ്രവർത്തകനായിരിക്കാൻ, കർത്താവിൻ്റെ നല്ല മകനായിരിക്കാൻ, കർത്താവ് വലിയ വലിയ കാര്യങ്ങൾ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി നിങ്ങളിപ്പോൾ ഈ പൊക്കോണ്ടിരിക്കുന്ന പ്രശ്നങ്ങളിൽ കൂടെ പേഷ്യൻ്റ്ലി വെയിറ്റ് ചെയ്യുക. और परमेश्वर के वचन से हमने आज ये सीखा कि परमेश्वर के कार्य को आगे लेके जाने के लिए आप जैसे परमेश्वर के बच्चे हैं, आपको धीरज के साथ इंतजार करना पड़ेगा ताकि आप परमेश्वर से उस आशीष को ले सकें. നമ്മളൊരു കോർപ്പറേറ്റ് കമ്പനി എടുത്തെന്ന് വിചാരിച്ചോ, വലിയ ഏതെങ്കിലും ഒരു MNC കമ്പനി, അതിൻ്റെ CEO, വൈസ് പ്രസിഡന്റ്, ഡയറക്ടേഴ്സ്, അങ്ങനെയുള്ളവരെയൊക്കെ എടുത്ത് നോക്കിയാൽ ഒരു കാര്യം ഒബ്സർവ് ചെയ്യണം. അവരൊക്കെ കമ്പനിയെ 10, 15, 20 വർഷങ്ങൾ കണ്ടിന്യൂസ്ലി സെർവ് ചെയ്ത് ക്ഷമയോടെ പല 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 പടികളും ചവിട്ടി കയറി ആ ടോപ്പ് പൊസിഷനിൽ എത്തിയവരാണ്. और जब हम बड़े कंपनियों को अगर उठा के देख लें तो बड़े कंपनियों में जो बड़े अधिकारी होते हैं उन्होंने उसी कंपनी में एक छोटे पोस्ट से शुरू किया होता है और 15-20 साल अपना सेवा उस कंपनी में दिया होता है, तब जाके वो बड़े अधिकारी उस कंपनी के हो जाते हैं. നമ്മൾ ഇന്ന് ചർച്ച് തുടങ്ങി, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങി, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ബേക്കറി തുടങ്ങി, അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും തുടങ്ങി, നമ്മൾ വിചാരിക്കുന്ന നാളത്തെ ദിവസം തന്നെ നമ്മൾ അതിൽ ലോകത്തിലെ നമ്പർ 1 അല്ലെങ്കിൽ നമ്പർ 2 ആണോന്ന്. അത് നടക്കത്തില്ല. പേഷ്യൻ്റ്ലി വെയിറ്റ് ചെയ്യണം. കർത്താവിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, ലൈഫിൽ നല്ല അനുഗ്രഹങ്ങൾ വരാൻ വേണ്ടിയിട്ട്, നല്ല കാര്യങ്ങൾക്കെല്ലാം വേണ്ടി നമുക്ക് പേഷ്യൻ്റ്ലി വെയിറ്റ് ചെയ്യണം. हमने एक चर्च शुरू किया या कोई व्यवसाय शुरू किया, कोई बेकरी शुरू किया या कुछ भी शुरू किया, एक जॉब शुरू किया, तो हमें लगता है कि कल ही हम इस संसार के सबसे टॉप मोस्ट कंपनीज में आए या टॉप मोस्ट व्यक्ति में हम बने. परंतु ऐसा नहीं हो सकता क्योंकि हमें इंतजार करना पड़ेगा. धीरज के साथ हमें इंतजार करना पड़ेगा. സങ്കീർത്തനങ്ങൾ 40:1-3 വരെ ഞാൻ പഠിക്കുക. സങ്കീർത്തനങ്ങൾ, സാംസ്, ബുക്ക് ഓഫ് സാംസ്, ചാപ്റ്റർ 40 വേഴ്സ് 1-3.
ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവൻ എങ്കലേക്ക് ചാഞ്ഞ് എൻ്റെ നിലവിളി കേട്ടു. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി. എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി. അവൻ എൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു. നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. പലരും അത് കണ്ട് ഭയപ്പെട്ടു, യഹോവയിൽ ആശ്രയിക്കും. भजन संहिता 40 का 1 से 3 तक हम पढ़ेंगे। मैं धीरज से यहोवा की बाट जोता रहा और उसने मेरी और झुककर मेरी दुहाई सुनी। उसने मुझे सत्यानाश के गड्ढे और दलदल की कीच में से उभारा और मुझको चट्टान पर खड़ा करके मेरे पैरों को दृढ़ किया है। उसने मुझे एक नया गीत सिखाया जो हमारे परमेश्वर की स्तुति का है। बहुत तेरे यह देखकर डरेंगे और यहोवा पर भरोसा रखेंगे। ഡേവിഡ് ആണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഞാൻ വെയിറ്റ് ചെയ്ത് കർത്താവിന് വേണ്ടിയിട്ട്. ചേറ്റിൽ ഞാൻ വെയിറ്റ് ചെയ്തു, ഗുഹയിൽ ഞാൻ വെയിറ്റ് ചെയ്തു, പ്രശ്നങ്ങൾ നടന്ന സമയത്ത് ഞാൻ വെയിറ്റ് ചെയ്തു, ആളുകൾ എന്നെ വിട്ടുപോയ സമയത്ത് ഞാൻ വെയിറ്റ് ചെയ്തു, ലൈഫ് എല്ലാം തീർന്നു, ഗോൺ ഖത്തം എന്ന് വിചാരിച്ച സമയത്ത് ഞാൻ വെയിറ്റ് ചെയ്തു. പിന്നെ മൂന്നാമത്തെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നു, ഇതെല്ലാം കഴിഞ്ഞ സമയത്ത് അവൻ എൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു. പാട്ട് എപ്പോഴാണ് പാടുന്നത്? നിങ്ങൾ ഹാപ്പി ആയിരിക്കുന്ന സമയത്താണ് പാടുന്നത്. അവൻ നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. ആ 2 വേഴ്സിൽ പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം പ്രശ്നങ്ങളിൽ കൂടെ പോയി, പക്ഷേ കർത്താവ് എന്നെ അനുഗ്രഹിച്ചു. നിങ്ങൾ പേഷ്യൻ്റ്ലി വെയിറ്റ് ചെയ്യണം. ഒരു ദിവസം കൊണ്ടല്ല കിങ് ഡേവിഡ് ആയത്. ഷെപ്പേർഡ് ബോയിൽ നിന്ന് കിങ് ഡേവിഡിലേക്ക് വളരെ ദൂരമുണ്ടായിരുന്നു. അവനത് പേഷ്യൻ്റ്ലി ആൻഷ്യസ് ആകാതെ, അതിനുവേണ്ടി കിടന്ന് ബഹളം ഉണ്ടാക്കാതെ, കുറുക്ക് വഴികളിൽ പോകാതെ, സോളിനെ കൊല്ലാൻ ഒത്തിരി അവസരങ്ങൾ കിട്ടിയിട്ടും അവൻ ശൗലിനെ കൊല്ലാതെ പേഷ്യൻ്റ്ലി കർത്താവ് ഇന്റർഫിയർ ചെയ്യാൻ വേണ്ടി അവൻ വെയിറ്റ് ചെയ്തു. വെയിറ്റ് പേഷ്യൻ്റ്ലി. और ये जो भजन संहिता 40 है, ये दाऊद ने लिखा है। और दाऊद ने कहा कि जब मैं गुफा में था, जब मेरे पीछे शत्रु थे, सब टाइम में मैंने परमेश्वर के लिए इंतजार किया, धीरज के साथ मैंने इंतजार किया और फिर परमेश्वर ने मेरे मुंह में एक नए गीत को दिया। इस टाइम आप प्रॉब्लम में जा रहे होंगे, परेशानी में जा रहे होंगे, आपको लग रहा होगा कि आपके जीवन में कोई भी खुशियां नहीं है, कोई भी फल नहीं है, परंतु पेशेंस के साथ, धीरज के साथ इंतजार कीजिएगा, क्योंकि परमेश्वर आपके मुंह में भी एक नया गीत देगा, जैसे दाऊद के मुंह में वो नया गीत दिया था। जो दाऊद के बारे में हम सुनते हैं या पढ़ते हैं, तो दाऊद एक चरवाहा था, परंतु उस चरवाहे को परमेश्वर ने उठा के राजा के पोजीशन में बिठाया, क्योंकि उसने धीरज के साथ इंतजार किया। ഹല്ലേലൂയ. പേഷ്യൻ്റ്ലി നിങ്ങൾ വെയിറ്റ് ചെയ്യണം. നിങ്ങളുടെ ലൈഫിൽ സ്വന്തമായിട്ട് നിങ്ങളിപ്പം ചില കാര്യങ്ങൾ, നിങ്ങളിപ്പോൾ കല്യാണം കഴിക്കാൻ കിടന്ന് ഭയങ്കര ബഹളം ഇട്ടുകൊണ്ടിരിക്കുന്ന 22-25 വയസ്സുള്ളവരായിരിക്കാം. എൻ്റെ കല്യാണം 22ാമത്തെ വയസ്സ് നടന്നു. ചിലരുടെ 30ാമത്തെ വയസ്സ് നടക്കും, ചിലർ 35 നടക്കും, ചിലർ 28 നടക്കും. ചിലർക്ക് ചില അനുഗ്രഹങ്ങൾ പെട്ടെന്ന് വരും, ചില അനുഗ്രഹങ്ങൾ ലേറ്റായിട്ട് വരും. സോ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ പേഷ്യൻ്റ്ലി ഇരിക്കണം. അതിൻ്റെ ഇടയിൽ പോയി അവിടെ എവിടെ സെറ്റിങ്ങിനോ ഗേൾഫ്രണ്ട് ബോയ് ഫ്രണ്ട് ഉണ്ടാക്കാനോ പോരുത്. കാരണം ആ വെയിറ്റിംഗ് ടൈമിലാണ് കർത്താവ് നിങ്ങളെ അനുഗ്രഹങ്ങൾ തരാൻ പോകുന്നത്. നിങ്ങൾ ആ കല്യാണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയത്തായിരിക്കും സാത്താന് നിങ്ങളെ കൊണ്ട് തെറ്റുകൾ ചെയ്യിപ്പിക്കാൻ നോക്കുന്നത്. അതുകൊണ്ട് പേഷ്യൻ്റ്ലി വെയിറ്റ് ചെയ്യണം. പെട്ടെന്ന് തെറ്റായ കാര്യങ്ങളൊന്നും ചെയ്യാതെ. और आप शादी के लिए इंतजार कर रहे होंगे, आप लड़का या लड़की ढूंढ रहे होंगे, आप 22 साल के होंगे, 28 साल के होंगे, 30 साल के होंगे। जैसे हमारी शादी, हम जब 22वें साल के थे तब हमारी शादी हुई। कुछ लोगों के 20 साल में होते हैं, कुछ के 25 में, कुछ के 28 में, कुछ के 30 साल में। इसलिए वेट कीजिएगा, धीरज के साथ इंतजार कीजिएगा, क्योंकि सही टाइम में परमेश्वर सही आशीष को लेके आएगा। कहीं ऐसा ना हो आप जल्दबाजी करके आपने सेटिंग कर लिया, किसी लड़के को लड़की को पटा लिया, फिर आपके जीवन में आशीष नहीं, वो श्रापित हो जाएगा। इसलिए इंतजार कीजिएगा, पेशेंस के साथ, धीरज के साथ इंतजार कीजिएगा अपने लाइफ पार्टनर के लिए भी। പ്രൈസ് ലോർഡ്. സ്തോത്രം. യേശു കർത്താവിൻ്റെ നാമത്തിൽ ഇന്നത്തെ യേശുവിൽ സമൃദ്ധി എന്നുള്ള പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിന് സ്വാഗതം. ഞാനൊരു ചെറിയൊരു അപ്ഡേറ്റ്, ഒരു കാര്യം ബൈബിളിനെ കുറിച്ച് തരാൻ ഇന്ന് താല്പര്യപ്പെടുന്നു. എൻ്റെ ചർച്ചല്ല, കർത്താവിൻ്റെ ചർച്ച്, കർത്താവ് എന്നെ പാസ്റ്റാക്കി വെച്ചിരിക്കുന്ന ആ ചർച്ച്, അതിൽ ഞങ്ങളുടെ ഒരു ബ്രദറും ഒരു ഫാമിലിയും വരാറുണ്ട്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എങ്ങനെ കർത്താവിനെ കുറിച്ച് അറിഞ്ഞു, നിങ്ങളുടെ ടെസ്റ്റ് മണി ഒന്ന് ഷെയർ ചെയ്യാമെന്ന്. അവർ 3 വർഷമായിട്ട് ചർച്ചിൽ വരുന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിലൊരു ഡ്രൈവർ, അവരൊരു ഹിന്ദു പഞ്ചാബി കുടുംബത്തിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന ആളുകൾ, എന്നെപ്പോലെ ഞാനൊരു ഹിന്ദു കുടുംബത്തിൽ നിന്ന് കർത്താവിൽ വന്നു. അപ്പോൾ ഇവരിവിടെ നോർത്ത് ഇന്ത്യയിലുള്ളവരാണ്. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിലൊരു ഡ്രൈവർ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവന് ഇടയ്ക്ക് അവനും ഹിന്ദു കുടുംബത്തിൽ നിന്ന്, അപ്പോൾ അവനൊന്ന് ചർച്ചിലൊക്കെ പോയി വന്ന് കർത്താവിനെയൊക്കെ അറിഞ്ഞ സമയത്ത് അവൻ ഞങ്ങൾക്കൊരു ബൈബിൾ ഗിഫ്റ്റ് തന്നു. അപ്പോൾ ആ ബൈബിൾ ഞങ്ങളുടെ വണ്ടിയുടെ ഡാഷ്ബോർഡിൽ വർഷങ്ങളോളം കിടപ്പുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നാളുകൾ കഴിഞ്ഞ് അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് ആ ബൈബിൾ അവരൊന്ന് തുറന്നു നോക്കി പഠിച്ചു. പിന്നെ അടുത്തൊരു ചർച്ചിൽ പോയി ചർച്ചുമായിട്ട് റിലേഷനൊക്കെ ഉണ്ടാക്കി അവർ കർത്താവിലേക്ക് വന്നു. ഞാൻ പറഞ്ഞതിൻ്റെ കാരണമെന്ന് വെച്ചാൽ, കർത്താവിൻ്റെ ബൈബിൾ നമുക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇന്ന് അല്ലെങ്കിൽ നാളെ ആ വീട് കർത്താവിലേക്ക് വരും. ഞാൻ പറഞ്ഞത് ഓർക്കണം. കർത്താവിൻ്റെ ദൈവവചനം യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയുന്ന പോലെ, വേർഡ് ഇൻ ദ ബിഗിനിങ് വാസ് ദ വേർഡ് ആൻഡ് ദ വേർഡ് വാസ് വിത്ത് ഗോഡ് ആൻഡ് ദ വേർഡ് ഈസ് ഗോഡ്.
വചനമാണ് കർത്താവ്. അപ്പോൾ ആ വചനം നമുക്ക് ആരുടെയെങ്കിലും വീട്ടിലെത്തിക്കണം. അതിനുവേണ്ടി ബൈബിൾ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാം, ബൈബിൾ നമുക്ക് ആളുകൾക്ക് മേടിച്ചു കൊടുക്കാം. ഞങ്ങളുടെ ചർച്ചിൽ എല്ലാ ആഴ്ചകളിലും 4-5 പേര് പുതിയ ആളുകൾ വരും. അപ്പോൾ അവർക്ക് നമ്മൾ കുറച്ച് ബൈബിൾ കൊടുക്കാൻ താല്പര്യപ്പെടുന്നു. ഇപ്പം ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഗിഡിയൻ്റെ ആ ചെറിയ ബുക്കുകളാണ്. അല്ലാത്ത ഉള്ളവർക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മേടിച്ചും കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഇന്ന് ഞാൻ ഒരു 10 ബൈബിൾ മേടിച്ചുകൊണ്ട് വന്നു. എൻ്റെ കയ്യിൽ ബൈബിൾ ഇരിപ്പുണ്ട്. ഒരു ബൈബിളിൻ്റെ കോസ്റ്റ് എന്ന് വെച്ചാൽ 225 രൂപ. ഇപ്പോൾ ഒരു 100 ബൈബിൾ മേടിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നു. അതിനുവേണ്ടിയുള്ള ചിലവുകൾ നിങ്ങൾക്കറിയാം. ഒരു ബൈബിൾ 225 രൂപയാണ് ഒരു ബൈബിളിൻ്റെ ചിലവ്. ഇന്നല്ലെങ്കിൽ നാളെ കർത്താവിൻ്റെ സുവിശേഷത്തിന് വേണ്ടിയിട്ട് നമുക്ക് അതിന് വേണ്ടിയിട്ട് കൂടെ നിൽക്കണം. ഇന്നല്ലെങ്കിൽ നാളെ നമ്മളൊരാളുടെ വീട്ടിൽ ബൈബിൾ എത്തിച്ചു, ഒരു ഹിന്ദു അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരു ആളുടെ മുന്നിലോട്ട് എത്തിച്ചെന്നുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ അവരുടെ വീട് കർത്താവിനെ അറിയാനൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ നോർത്ത് ഇന്ത്യയിലെ ഈ സുവിശേഷ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ കുടുംബത്തെയും കൊണ്ട് പറ്റാവുന്നതൊക്കെ ചെയ്യാം. എൻ്റെ കയ്യിലിപ്പോൾ ഇരിക്കുന്ന ഹിന്ദി ബൈബിളാണ്, ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ. 225 ഒരെണ്ണത്തിന് മേടിക്കാനുള്ള കോസ്റ്റ്. നിങ്ങളുടെ കുടുംബത്തെയും കൊണ്ട് എത്ര ബൈബിളുകൾ സ്പോൺസർ ചെയ്യാവുന്നോ മാക്സിമം സ്പോൺസർ ചെയ്യുക. ഞങ്ങളുടെ ചർച്ചിൽ ഒരു സൺഡേ 4-5 പേര് വരും, അവർക്ക് നമ്മൾ കൊടുക്കാം. സോ ഒരു മാസത്തേക്ക് എത്ര എണ്ണം വരും? 20-25 ബൈബിളിനടുത്ത് ആവശ്യമുണ്ട്. അപ്പോൾ ഒരു 3-4-5 മാസത്തേക്കുള്ള ഒരുമിച്ച് മേടിക്കാൻ ആളുകൾ ഇനിയും കൂടട്ടെ. 4 അല്ല 10 പേര് വരട്ടെ, ഒരാഴ്ച 100 പേര് പുതിയത് വരട്ടെ. അവരുടെ വീടുകളിൽ എത്തട്ടെ, അവരുടെ കാറിൽ കിടക്കട്ടെ, അവരുടെ വീടുകളിൽ കിടക്കട്ടെ, അവരുടെ ബെഡ്റൂമിൽ അത് പോയി കിടക്കട്ടെ. ആ കർത്താവിൻ്റെ വചനം അവിടെ ഇരിക്കുന്ന സമയത്ത് ഇന്നല്ലെങ്കിൽ നാളെ 1 വർഷം 2 വർഷം, ഞാൻ ആദ്യം പറഞ്ഞ ആ ബ്രദർ അവരുടെ വീട്ടിൽ ആ ഡാഷ്ബോർഡിൽ കിടക്കുമായിരുന്നു ബൈബിൾ കുറേ നാൾ, 1-2 വർഷത്തേക്ക്. സോ അതുപോലെ ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ഒരുമിച്ച് ബൈബിൾ എത്താവുന്ന അത്രയും വീടുകളിൽ നമുക്ക് എത്തിക്കാം. കർത്താവിൻ്റെ വചനം എത്തട്ടെ, നോർത്ത് ഇന്ത്യ കർത്താവിനെ അറിയട്ടെ. അതിനുവേണ്ടി എന്നോടും ഞങ്ങളുടെ ഈ ചർച്ചിനോടും കുടുംബത്തോടും കൂടി ഒരുമിച്ചിരിക്കുക. നിങ്ങളുടെ കുടുംബത്തെ കൊണ്ട് പറ്റാവുന്നതൊക്കെ ചെയ്യുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ഇതിനുവേണ്ടി ഞങ്ങളുടെ കൂടെ പാർട്ണർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ പറഞ്ഞിരിക്കുന്ന നമ്പറുകളിൽ ഫോൺ ചെയ്യുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. നമുക്ക് സഭാപ്രസംഗി 3:1 മുതൽ 8 വരെ പഠിക്കാം. എല്ലാറ്റിനും ഒരു സമയമുണ്ട്. ആകാശത്തിന് കീഴിലുള്ള സകല കാര്യത്തിനും ഒരു കാലമുണ്ട്. ജനിപ്പാൻ ഒരു കാലം, മരിപ്പാൻ ഒരു കാലം, നടുവാൻ ഒരു കാലം, നട്ടത് പറിപ്പാൻ ഒരു കാലം, കൊല്ലുവാൻ ഒരു കാലം, സൗഖ്യമാക്കുവാൻ ഒരു കാലം, ഇടിച്ചു കളയുവാൻ ഒരു കാലം, പണിവാൻ ഒരു കാലം, കരവാൻ ഒരു കാലം, ചിരിപ്പാൻ ഒരു കാലം, വിലപിപ്പിക്കാൻ ഒരു കാലം, നൃത്തം ചെയ്യുവാൻ ഒരു കാലം, കല്ല് പെറുക്കി കളയുവാൻ ഒരു കാലം, കല്ല് പെറുക്കി കൂട്ടുവാൻ ഒരു കാലം, ആലിംഗനം ചെയ്യുവാൻ ഒരു കാലം, ആലിംഗനം ചെയ്യാതിരിപ്പാൻ ഒരു കാലം, സമ്പാദിപ്പാൻ ഒരു കാലം, നഷ്ടമാവാൻ ഒരു കാലം, സൂക്ഷിച്ചു വയ്ക്കാൻ ഒരു കാലം, എറിഞ്ഞു കളയുവാൻ ഒരു കാലം, കീറുവാൻ ഒരു കാലം, തുന്നുവാൻ ഒരു കാലം, മിണ്ടാതിരിപ്പാൻ ഒരു കാലം, സംസാരിപ്പാൻ ഒരു കാലം, സ്നേഹിപ്പാൻ ഒരു കാലം, ദോഷിപ്പിക്കാൻ ഒരു കാലം, യുദ്ധത്തിനൊരു കാലവും സമാധാനത്തിനൊരു കാലവും ഉണ്ട്. सब उपदेश का 3:1 से लेकर 9 तक हम पढ़ेंगे. हर एक बात का एक अवसर और प्रत्येक काम का जो आकाश के नीचे होता है एक समय है. जन्म का समय और मरण का भी समय, बोने का समय और बोए हुओं को उखाड़ने का भी समय है, घात करने का समय और चंगा करने का भी समय, ढा देने का समय और बनाने का भी समय है, रोने का समय और हंसने का भी समय, छाती पीटने का समय और नाचने का भी समय है, पत्थर फेंकने का समय और पत्थर बटोरने का भी समय, गले लगाने का समय और गले लगाने से रुकने का भी समय है, ढूंढने का समय और खो देने का भी समय, बचा रखने का समय और फेंक देने का भी समय है, फाड़ने का समय और सीने का भी समय है, चुप रहने का समय और बोने का भी समय है, प्रेम करने का समय और बैर करने का भी समय, लड़ाई का समय और मेल का भी समय है. काम करने को अपने परिश्रम से क्या लाभ होता है. കർത്താവിൻ്റെ സുവിശേഷത്തിൽ, കർത്താവിൻ്റെ ബുക്കിൽ, കിങ് സുലൈമാൻ എഴുതിയ ഈ ബുക്കിനകത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എല്ലാത്തിനും ഈ ഭൂമിയിൽ ഒരു സമയമുണ്ട്. നമ്മൾ കൃഷി ചെയ്യുന്ന സമയത്ത് നടുന്ന ഒരു സമയമുണ്ട്. നട്ടവന് മാത്രമേ വിതയ്ക്കാൻ പറ്റത്തുള്ളൂ. വിതയെടുക്കുന്ന ഒരു സമയമുണ്ട്. മഴക്കാലത്ത് നമ്മളിപ്പോൾ ഫുള്ള് മഴ നടക്കുമോ, മഴ സീസണിലല്ല ഒരാൾ വീടിൻ്റെ കൺസ്ട്രക്ഷൻ തുടങ്ങുന്നത്. ഓരോ കാര്യങ്ങൾക്കും ഓരോ സമയമുണ്ട്. തണുപ്പ് സമയത്തല്ല നമ്മൾ പോയി ചൂട് സമയത്തിടുന്ന തുണിയുണ്ട്. തണുപ്പ് സമയത്ത് ഇടാനൊരു തുണിയുണ്ട്, ചൂട് സമയത്ത് ഇടാനൊരു തുണിയുണ്ട്. അപ്പോൾ പല കാര്യങ്ങളും കർത്താവ് പറഞ്ഞിരിക്കുന്ന സമയം. അപ്പോൾ ആ സമയം കർത്താവ് നമുക്ക് വേണ്ടി, നമ്മുടെ ലൈഫിലേക്ക് വേണ്ടി സെറ്റ് ചെയ്തിരിക്കുന്നു. ഒരു കുഞ്ഞ് ജനിച്ച ഉടനെ അവൻ അച്ഛനാകാൻ പോകത്തില്ല. അവൻ കുഞ്ഞ് ജനിച്ച് അവനൊരു ടീനേജറായി, പിന്നെ ഒരു യൗവനക്കാരനായി,
പിന്നാണ് അവൻ കുടുംബത്തിലേക്ക് വന്നത്. അന്നേരം സമയത്താണ് അവൻ അച്ഛനാകുന്നത്. ജനിച്ച ഉടനെ അവന് അച്ഛനാവാൻ പറ്റത്തില്ല, അല്ലെ ജനിച്ച ഉടനെ അവൻ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റത്തില്ല. സോ ആ സമയത്തിന് പേഷ്യൻ്റ്ലി വെയിറ്റ് ചെയ്യണം. ആങ്ഷ്യസ് ആയി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ടെൻഷൻ എടുത്ത് ബ്ലഡ് പ്രഷറും കൂട്ടി ഹോസ്പിറ്റലിലും അഡ്മിറ്റായി മരുന്നും കഴിച്ച് അങ്ങനെയല്ല. പേഷ്യൻ്റ്ലി നിങ്ങളുടെ അകത്ത് ഈ സ്പിരിറ്റ് ഇല്ലോ, കർത്താവിനോട് പറയണ കർത്താവെ ആത്മാവിൻ്റെ ഫലമാണിത്, അതെനിക്ക് വേണം, ഞാൻ പേഷ്യൻ്റ്ലി ഈ പേഷ്യൻസ് എന്നുള്ള ഫലം എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കണം. അതിനുവേണ്ടി കർത്താവിൻ്റെ മുന്നിലിരിക്കണം. और जैसे राजा सुलेमान ने हमें इसमें सिखाया कि हर एक चीज़ का एक समय होता है, आप कुछ भी करें उसका एक समय है. जैसे घर बनाने का समय, हम बारिश के मौसम में घर का निर्माण करने के लिए नहीं जाते, या हम देखते हैं कि जब बच्चा पैदा होता है उसी टाइम वो पिता नहीं बन जाता. हर एक चीज़ का एक समय होता है, एक निर्धारित समय जो परमेश्वर ने बनाया है. जैसे हम ठंड के समय में जाके गर्मियों का कपड़े नहीं लेते, या गर्मी के कपड़े ठंड में जाके नहीं लेते. तो एक समय है ठंड का कपड़ा लेने के लिए, एक समय है गर्मी का कपड़ा लेने के लिए. हर एक चीज़ का एक समय है. तो हमें पेशेंस के साथ, धीरज के साथ हमें इंतजार करना है, तब आशीष हमारे जीवन में आएगा. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഏതോ ഒരു പാസ്റ്ററിനോടോ ഏതോ ഒരു സുവിശേഷ പ്രവർത്തകനോടോ കർത്താവ് പറയുന്നത്, നിങ്ങൾ പേഷ്യൻ്റ്ലി കർത്താവിനെ ഇപ്പം സെർവ് ചെയ്തുകൊണ്ടിരിക്കുന്നിടത്ത് ലോങ് ടൈം സെർവ് ചെയ്യുക. കാരണം കർത്താവ് നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ തരും. और इस टाइम आप पासवान होंगे जो इस आज के इस एपिसोड को सुन रहे होंगे, तो परमेश्वर आज आपसे कह रहा है कि आप हो सकता है काफ़ी टाइम से सेवा में होंगे, आप धीरज के साथ सेवा करते रहिएगा और आप अपने कलीसिया में आशीषों को देखेंगे. ലോകത്തിലെ എല്ലാ വലിയ മെഗാ ചർച്ച്, വലിയ മിനിസ്ട്രികൾ, ഇവരുടെയൊക്കെ നേതാക്കന്മാര്, പാസ്റ്റർമാർക്ക് അവർക്കൊക്കെ ഉള്ള ഒരു ഗുണമെന്ന് വെച്ചാൽ അവർ കർത്താവിനെ ഒരേ സ്ഥലത്ത് ഒരേ സമയത്ത് കുറേ നാളുകൾ സെർവ് ചെയ്തു. ഒരേ സ്ഥലത്ത് എല്ലാ 2 മാസം കൂടുമ്പോഴും ചർച്ച് മാറി, അല്ല എല്ലാ 2 വർഷം കൂടുമ്പോഴും ഇപ്പം ആലപ്പുഴ, പിന്നെ തിരുവനന്തപുരം, പിന്നെ നോർത്ത് ഇന്ത്യ, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്നല്ല കർത്താവിനെ സെർവ് ചെയ്ത്. ഒരേ സ്ഥലത്ത് കർത്താവ് പറയുന്ന സ്ഥലത്ത് തന്നെ ഇരുന്ന് കർത്താവിനെ സെർവ് ചെയ്തു. ആ സ്ഥലത്താണ് കർത്താവ് അനുഗ്രഹം കൊടുത്തത്. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ വലിയ ചർച്ചുകൾ എടുത്തു നോക്കുക, കേരളത്തിലെ വലിയ ചർച്ചുകൾ എടുത്തു നോക്കുക. ബ്ലെസ്സിങ് ടുഡേ, പാസ്റ്റർ ഡാമിയൻ്റെ ചർച്ച്, അദ്ദേഹം ഒരേ സ്ഥലത്ത് ഇത്രയും വർഷങ്ങളായി കർത്താവിനെ സെർവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് കർത്താവ് അദ്ദേഹത്തിന് അനുഗ്രഹം കൊടുത്തു. സോ ആ ക്വാളിറ്റി, പേഷ്യൻ്റ്ലിയോടെ ഫലത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന അങ്ങനെയുള്ള അനുഗ്രഹങ്ങൾ നിങ്ങളുടെ മുന്നിൽ വരട്ടെ, കർത്താവ് കൊണ്ടുവരും. സോ പേഷ്യൻ്റ്ലി വെയിറ്റ് ചെയ്യുക. और जब हम मेगा चर्चेस के पासवानों को देखते हैं तो उनसे एक चीज़ हम सीखते हैं कि जो वो पासवान थे, उन्होंने उसी जगह में, जिस जगह में अभी वो कलीसिया चला रहे हैं, वहीं पे उन्होंने इंतज़ार किया, धीरज के साथ इंतज़ार किया और सेवा पूरी सच्चाई के साथ वहाँ पे किया. उन्होंने ऐसा नहीं किया कि 1 महीने में उन्होंने आलपुरा में सेवा किया है, फिर उसके बाद त्रिवेंद्रम, फिर कोचीन, अलग अलग जगह में उन्होंने जाके सेवा नहीं किया, परंतु एक ही जगह में रुक के सेवा किया और फिर आज वहाँ से वो फलों को काट रहे हैं. मैं आपको ये बताना चाहता हूँ, जहां भी आप सेवा कर रहे हैं, आप धीरज के साथ वहीं पे सेवा कीजिए, तो आप अपने मिनिस्ट्री में फलों को देखेंगे आगे आने वाले समय में. സഭാപ്രസംഗിയുടെ തന്നെ 4:9, എക്ലേസിയാസ്റ്റിന്റെ തന്നെ 4:9 വചനം പറയുന്നു, ഒരുവനേക്കാൾ ഇരുവർ നല്ലത്, അവർക്ക് തങ്ങളുടെ പ്രയത്നത്താൽ നല്ല പ്രതിഫലം കിട്ടുന്നു. ഒരുവനേക്കാൾ ഇരുവർ നല്ലത്. और सबो उपदेश में ही 4 के 9 में ऐसे लिखा है, 1 से 2 अच्छे हैं क्योंकि उनके परिश्रम का अच्छा फल मिलता है. നമുക്ക് പലപ്പോഴും നമ്മുടെ കൂടെ പണി ചെയ്യുന്ന ആളുകൾ, നമ്മുടെ ടീം മെമ്പേഴ്സ്, നമുക്ക് അസോസിയേറ്റ്, അവരുമായിട്ട് അവർ നമ്മുടെ എക്സ്പെക്ടേഷൻ അനുസരിച്ച് പണി ചെയ്യാത്ത സമയത്ത്, അങ്ങനെയുള്ള പല സമയത്ത് നമുക്ക് ക്ഷമ അങ്ങ് കെട്ടുപോകും. और जब हम किसी के साथ मिलके काम करते हैं, जैसे हमारा कोई टीम में काम कर रहा है, हम उनके साथ जब मिलके काम करते हैं, उनके साथ काम करते करते हम अपने धीरज को खो बैठते हैं. പക്ഷെ കർത്താവ് പറയുന്നത് എന്താ, ഒറ്റയ്ക്ക് ചെയ്യുന്നതിനേക്കാൾ 2 പേര് ചെയ്യുന്നതിനാണ് പ്രതിഫലം കൂടുതൽ. और परमेश्वर का वचन ये सिखाता है कि 1 से अच्छे 2 हैं. ഇന്ന് ഞങ്ങൾക്ക് രാവിലെ 7 മണിക്ക് ഷൂട്ടിംഗ് തുടങ്ങേണ്ടതായിരുന്നു. പക്ഷേ വൈഫ് കുഞ്ഞുങ്ങളെ എല്ലാവരും സെറ്റ് ചെയ്ത് ഞങ്ങൾ 7 മണിക്ക് തുടങ്ങേണ്ട, ഞങ്ങൾ ചർച്ച എത്തി 7:30. ഞാൻ ചർച്ചയിൽ 7:30 എത്തിയ സമയത്ത് എൻ്റെ ടീം മെമ്പർ എല്ലാം സെറ്റ് ചെയ്ത് വെക്കേണ്ടവർ സെറ്റ് ചെയ്തില്ല, അവർ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. 7 മണിക്ക് തുടങ്ങേണ്ട ഷൂട്ടിംഗ് 8 മണിയായി. എൻ്റെ പേഷ്യൻസ് അകത്തുനിന്ന് പോന്നു. പക്ഷേ എനിക്കറിയാം ദേഷ്യമായിട്ടിരുന്നാൽ നടക്കത്തില്ല, അവരും കൂടെ വേണം, ഇവളും കൂടെ വേണം, കാരണം ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഒരാൾ വേണം. അപ്പം ഞാൻ ബഹളം ഉണ്ടാക്കി മറ്റുള്ളവരുടെ മൂഡുകൾ നശിപ്പിക്കാതെ ഞാൻ എന്നെ തന്നെ പേഷ്യൻ്റ്ലി വെയിറ്റ് ചെയ്ത് ഇരുന്നു. ഞാൻ ഈ
ഈ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരാൻ എന്നെ പ്രാപ്തനാക്കി കർത്താവ് ആ നേച്ചർ. और जब ये एपिसोड हमें जब रिकॉर्ड करना था तो हमने सोचा था कि हम 7 बजे तक कलीसिया पहुंच जाएंगे, परंतु जब घर में बच्चों को सब तैयार करना था तो इस वजह से हमें जो 7 बजे हम कलीसिया पहुंचना चाहिए था, हम 7:30 बजे कलीसिया पहुंचे. और जब हम कलीसिया पहुंचे, जो सेट करना चाहिए था उसमें और आधा घंटा लगा. तो मैं जो अपना धीरज था मैं खोने को ही बैठ रहा था, परंतु मैंने अपने धीरज को पकड़े रखा. मैंने इंतजार किया क्योंकि मैं चाहता था कि अगर मैं ऊंचे शब्द में बात करूंगा या अगर मैंने धीरज को खो दिया तो मेरे साथ जितने लोग काम करेंगे वो भी गुस्से में आ जाएंगे, उनका भी मूड खराब हो जाएगा. तो क्यों ऐसे करना है? मैंने धीरज के साथ इंतजार किया और आज मैं आपके सामने ये एपिसोड को लेके आ रहा हूं. സോ നമ്മുടെ കൂടെ പണി ചെയ്യുന്നവരോട് നമുക്ക് ക്ഷമ വേണം. നമ്മൾ പ്ലാൻ ചെയ്യുന്ന പോലെ പല പല കാര്യങ്ങളും നടക്കത്തില്ല. പക്ഷെ കൂടെ പണി ചെയ്യുന്നവരോട്, വൈഫിനോട്, ഹസ്ബൻഡിനോട്, നിങ്ങളുടെ അച്ഛനോട്, അമ്മയോട്, നിങ്ങളുടെ കൂട്ടുവേലക്കാരോടെല്ലാം നിങ്ങൾക്ക് ക്ഷമയോടെ നിൽക്കണം. പേഷ്യൻസ് വിത്ത് അതേഴ്സ്, സെൽഫ് പേഷ്യൻസ് പോലെ മറ്റുള്ളവരോട് നമുക്ക് പേഷ്യൻസോടെ ഇരിക്കണം. और आपके साथ जो कोई भी काम कर रहा है, आपकी पत्नी, आपका पति, आपके टीम में जो काम कर रहे हैं, आपके घर में माता पिता, सबके साथ आपको धीरजवंत रहना है, क्योंकि आप अकेले कोई भी कार्य नहीं कर सकते. उनके बिना आप कोई भी कार्य नहीं कर सकते. तो इसीलिए आपको पेशेंस, धीरज अपने साथ भी और दूसरों के साथ भी आपको धीरजवंत रहना है. ചിലപ്പം നിങ്ങൾ ഒരു ലേഡി ആയിരിക്കും കാണുന്നത്. നിങ്ങളുടെ ഹസ്ബൻഡ്, നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ് 20 വർഷമായി കാണും. ഇതുവരെ ഹസ്ബൻഡിന്റെ ബിസിനസ്സോ ജോലിയോ കാര്യങ്ങളോ സെറ്റായി കാണത്തില്ല. നിങ്ങൾക്ക് ഇപ്പോഴും നിങ്ങൾ വാടക വീട്ടിലായിരിക്കും. പക്ഷെ നിങ്ങളുടെ എക്സ്പെക്ടേഷൻ ആയിരുന്നു കല്യാണം കഴിഞ്ഞ് 1-2 വർഷത്തിനുള്ളിൽ സ്വന്തം വീട് മേടിക്കും. പേഷ്യൻസ് ലൂസ് ആകരുത്. ഹസ്ബൻഡിനോട് പ്രഷറൈസ് ചെയ്തുകൊണ്ടിരിക്കരുത്. അങ്ങേര് പോയി ചിലപ്പോൾ തെറ്റുകൾ ചെയ്യും, അങ്ങേര് പോയി ചിലപ്പോൾ ലോണുകൾ എടുക്കും, അങ്ങേര് പോയി ഇല്ലീഗൽ പണികൾ ചെയ്യും, ചിലപ്പോൾ ഓഫീസിൽ നിന്ന് പൈസ അടിച്ചു മാറ്റാൻ തുടങ്ങും, അയാളുടെ ഉള്ള ജോലിയും കൂടെ പോകും, ചിലപ്പോൾ കേസിലാവും. അതുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി കോൺസ്റ്റന്റ്ലി പ്രഷർ ഇടരുത്. പേഷ്യൻ്റ്ലി കർത്താവിൻ്റെ പാദത്തിലിരുന്ന് പ്രാർത്ഥിക്കുക. കർത്താവ് വഴികളെ ഒരുക്കട്ടെ നിങ്ങൾക്ക് വീടുകൾ മേടിക്കാൻ, നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ മേടിക്കാൻ. ഇപ്പോഴും ബൈക്കിലായിരിക്കും പൊക്കോണ്ടിരിക്കുന്നത്, ചിലപ്പോൾ സൈക്കിളിലായിരിക്കും പൊക്കോണ്ടിരിക്കുന്നത്. ഹസ്ബൻഡ്, വൈഫ്, അല്ലെ അച്ഛൻ, അമ്മ, നിങ്ങളിപ്പോൾ ഒരു ചെറുപ്പക്കാരനായിരിക്കും കണ്ടുകൊണ്ടിരുന്നത്. അപ്പന് പ്രഷർ ഇട്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് വണ്ടി മേടിക്കണം. ചിലപ്പോൾ നിങ്ങൾക്ക് ഉള്ള അനുഗ്രഹങ്ങളും കൂടെ കയ്യിൽ നിന്ന് പോകും. സോ പേഷ്യൻ്റ്ലി മറ്റുള്ളവരുമായിട്ട് പേഷ്യൻ്റ്ലി വെയിറ്റ് ചെയ്യുക. और आप एक पत्नी हो सकते हैं और आपके हस्बैंड का जो व्यवसाय है वो 20 साल से वो व्यवसाय कर रहे होंगे और वे व्यवसाय अभी भी सेट नहीं हुआ होगा, परंतु आज आपने धीरज खोना नहीं है. आपने धीरज के साथ इंतजार करना है कि आपका पति, उसका बिजनेस सेट हो जाए. उसके पीछे नहीं लगे रहना. आपने सोचा होगा कि आपने शादी के 1-2 साल बाद अपना घर खरीदना है, परंतु 15-20 साल हो गए होंगे आप अपना घर नहीं खरीद सके. तो प्रेशराइज नहीं करना अपने हस्बैंड के ऊपर, क्योंकि वो लोन लेके गलत कामों में जाके फंस के आपके लिए अगर घर खरीद लेगा तो वो घर आशीष नहीं परंतु श्राप का कारण बन जाएगा. वो प्रॉब्लम्स को क्रिएट करेगा. आप गाड़ी खरीदना चाहते होंगे परंतु आपका बजट अभी अलाउ नहीं कर रहा, इसलिए जितने भी बच्चे हैं, जितने भी वाइफ हैं या कोई भी है, अपने हस्बैंड के ऊपर प्रेशराइज नहीं करना कि हमें नई गाड़ी खरीदनी है, परंतु आपको धीरज के साथ इंतजार करना है और परमेश्वर अपने टाइम में आपको वो आशीष देगा. സോ ഇപ്പം പേഷ്യൻസ് വിത്ത് നമ്മൾ 3 തരത്തിലുള്ള ക്ഷമയെക്കുറിച്ച് പഠിച്ചു. കർത്താവിൻ്റെ കൂടെ ക്ഷമയോടെ ഇരിക്കണം, സ്വന്തമായിട്ട് ക്ഷമ വേണം, നിങ്ങൾ ദേഷ്യപ്പെട്ടത് സ്വന്തമായിട്ട് തന്നെ. മൂന്നാമത്തെ, മറ്റുള്ളവരുമായിട്ട് നിങ്ങൾ ക്ഷമയോടെ ഇരിക്കണം, പ്രാർത്ഥിക്കണം ഈ ഫലങ്ങൾ കർത്താവ് നിങ്ങളുടെ ലൈഫിൽ തരണമേ എന്ന്. और हमने 3 प्रकार के धीरज के बारे में सीखा. एक है परमेश्वर के साथ धीरज रखना, दूसरा है अपने साथ धीरज रखना, आपने गुस्सा नहीं होना, अपने साथ आपको धीरज रखना है, और तीसरा दूसरों के साथ भी आपको धीरज रखना है. കിച്ചണിൽ ആഹാരം ഉണ്ടാക്കുന്നവർക്കറിയാം, നല്ല ഒരു കറി, നല്ല ഒരു ഡിഷ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ പേഷ്യൻസ് വേണം അല്ലേ? നല്ല ഒരു ആഹാരം നല്ല രീതിയിൽ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ചിക്കൻ കറി ആണെങ്കിലും എന്തോ ഇഡ്ഡലിയോ എന്തോ ആണെന്നുണ്ടെങ്കിലും അതിന് പേഷ്യൻസ് വേണം. ചില ആഹാരങ്ങൾ ഉണ്ടാക്കാൻ 2-3 ദിവസം മുമ്പേ പ്രിപ്പറേഷൻ തുടങ്ങണം, പേഷ്യൻ്റ്ലി വെയിറ്റ് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ ലൈഫ് ഉണ്ടാകാൻ പേഷ്യൻ്റ്ലി വെയിറ്റ് ചെയ്യണം നല്ല രീതിയിൽ. और जिस प्रकार जब हम रसोई में काम करते हैं, जब खाना बनता है तो लेडीज जानती है कि धीरज के साथ खाना बनता है. जल्दबाजी में खाना नहीं बनता परंतु धीरज के साथ खाना बनता है. अगर आपको चिकन करी बनाना है या इडली बनाना है, सांभर बनाना है, जो कुछ बनाना है, कुछ खाने ऐसे होते हैं जो 1-2 दिन से पहले ही उसकी तैयारी शुरू हो जाती हैं. तो धीरज के साथ लेडीज वेट करती हैं, महिलाएं वेट करती हैं और खाना बनाती हैं. उसी प्रकार हमें धीरज के साथ इंतजार करना है उन आशीषों के लिए. പ്രാർത്ഥിക്കാം. എൻ്റെ കർത്താവും തമ്പുരാനും ദൈവമായ യേശുവേ, ഞങ്ങൾ ആത്മാവിൻ്റെ ഫലമായ
പേഷ്യൻസ്, ക്ഷമയെക്കുറിച്ച് പഠിച്ചു. കർത്താവ് ഈ കാരണത്താൽ ഞാൻ വിശ്വസിക്കുന്നു കർത്താവ് ഈ കേട്ടുകൊണ്ടിരിക്കുന്ന മക്കള്, ദൈവമക്കൾ, ഇനിയും വരുന്ന ദിവസങ്ങളിൽ കേൾക്കുന്നവര് എല്ലാം കർത്താവ് ആത്മാവിന്റെ ഫലമായ ക്ഷമ അവരുടെ ലൈഫിൽ ഉണ്ടാകുമെന്നും അതിൽ കൂടി വലിയ അനുഗ്രഹങ്ങൾ അവർക്ക് വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. और परमेश्वर जिस प्रकार आज हमने धीरज के बारे में सीखा, मैं प्रार्थना करता हूँ खुदावन जितने लोगों ने आज इस एपिसोड को सुना है, परमेश्वर के जीवन में ये आत्मा का फल धीरज उत्पन्न हो. परमेश्वर वो धीरजवंत अपने साथ, अब दूसरों के साथ और तेरे साथ भी परमेश्वर वो धीरज का फल रखे. परमेश्वर उनको मदद करना, उनके साथ रहना, यीशु के नाम से इस प्रार्थना को मांगते हैं. आमीन. ആമേൻ. ആമേൻ. Praise the Lord. Bye bye. हमें फ्लैट बनाया बनाया खरीद सकते हैं, बट जिंदगी बनाया बनाया नहीं मिलेगा. जिंदगी क्या करना पड़ेगा? बनाना पड़ेगा. और कोई भी चीज़ बनाने के लिए क्या लगता है? मेहनत लगता है, इन्वेस्टमेंट लगता है, टाइम लगता है, समझदारी लगता है. इधर ये घर की बात नहीं, जिंदगी की बात. जो यीशु है उस पत्थर के ऊपर जिंदगी बनाओ, समझदारी के अकॉर्डिंगली. खुदा की वर्ड सुन के जिंदगी को बनाएंगे तो खड़ा होगा, नहीं है तो क्या होगा? गिरेगा. और मैं बरसा और बाढ़ें आई और आंधियां चली और उस घर से टकराई और वह गिरकर सत्यानाश हो गया. दोनों घर को क्या फेस करना पड़ा? आंधी, तूफान, परेशानी कहाँ फेस करना पड़ा? दोनों घर को फेस करना पड़ा. उसका मतलब आपने यीशु मसीह में विश्वास करके घर बनाया, तब भी क्या आएंगे? यीशु मसीह भी विश्वास नहीं करेगा तब भी क्या आएंगे? मैं आज लास्ट में आपसे पूछ रहा हूँ, आप आपकी जिंदगी में अभी क्या चीज बना रहे हो? आज का टाइटल है व्हाट आर यू बिल्डिंग इन योर लाइफ. आप इस टाइम आपकी जिंदगी में क्या चीज बना रहे हो? खरीद पाएंगे जिंदगी? फ्लैट खरीद पाएंगे, बट क्या चीज खरीद पाएंगे? क्या चीज आप बना पाएंगे? क्या चीज आप बना पाएंगे? आपकी जिंदगी आप बना पाएंगे? कैसे बनाना है?